ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വാട്സപ്പ് വെർച്വൽ നമ്പറിന്റെ പാനലിൽ വെച്ചിട്ട് എങ്ങനെ ബൾക്കായിട്ട് മെസ്സേജ് അയക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നിരിക്കുന്ന ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഇവിടെ യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ് എന്നൊക്കെ ആയിരിക്കാം കാണിക്കുന്നത്. അത് അങ്ങനെ വരികയാണെങ്കിൽ ഈ അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പ്രൊസീഡ് ടു സാപ്പിയൻസ് ഡിജിറ്റൽസ് .xyz എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാം. ഇവിടെ ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും ഇവിടെ കാണുന്നത്. നമ്മളിവിടെ വാട്സാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയക്കാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് ഇവിടെ നാഷണൽ ഇന്റർനാഷണൽ വെരിഫൈഡ് ഇങ്ങനെ 3 ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു 4 to 5 നമ്പേഴ്സ് ആയിരിക്കും കാണുന്നത്. ഈ 5 മെസ്സേജസ് ആയിരിക്കും നമുക്കിപ്പം ഡെമോയിൽ ക്രെഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. നിങ്ങൾ അയക്കേണ്ടത് മിനിമം ഒരു 3 to 4 നമ്പറിലേക്ക് ഡെമോ ചെയ്ത് നോക്കാം. ഈ 5 മെസ്സേജസ് നമ്മൾ സെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇൻസഫിഷ്യന്റ് ഫണ്ട് എന്ന് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോഴത്തേക്കും മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആയിരിക്കും, ഈ നാഷണലിലായിരിക്കും ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത്. മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക, നാഷണൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഒരു പാനൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ക്യാമ്പയിൻ ഇപ്പോൾ എന്തെങ്കിലും ഓഫറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാമ്പയിൻ ഒരു നെയിം കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ നെയിം ഒരിക്കലും കസ്റ്റമർ കാണില്ല. നമുക്ക് ഇപ്പോൾ ഒരു ദിവസം അയച്ച ക്യാമ്പയിൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ക്യാമ്പയിൻ ആണ് അയച്ചത്, എത്ര മെസ്സേജ് ആണ് അയച്ചതെന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്യാമ്പയിനോട് നെയിം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ അയക്കാനുള്ള ആളുകളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നെങ്കിൽ ഈ നമ്പർ എല്ലാം കൺട്രി കോഡ് 91 കൺട്രി കോഡ് ഉൾപ്പെടെ ആയിരിക്കും കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 91 കൺട്രി കോഡ് ഇല്ലാതെ കൊടുക്കണം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന നമ്പർ 91 കൺട്രി കോഡ് ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജസ് സെൻഡ് ആയിക്കോളും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു എക്സലിലാണ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സലിലുള്ള നമ്പർ ഫസ്റ്റ് ഫുൾ കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഈ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് ഇവിടെ കൊടുക്കാം. അത് റൈറ്റ് സൈഡിൽ ഒരു വാട്സാപ്പ് കണക്ട് ചെയ്തിട്ട് വാട്സാപ്പിനകത്ത് മെസ്സേജസ് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ ഇതിന്റെ അലൈൻമെന്റും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ കണ്ടന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് വാട്സാപ്പിൽ നിന്ന് എടുത്തിട്ട് ഇത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് എഗെയിൻ നമ്മുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മെസ്സേജസ് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് എങ്ങനെയാണ് കസ്റ്റമർ കാണുന്നത് എന്നുള്ള ഓപ്ഷൻ ഇവിടെ മെസ്സേജ് പ്രിവ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മെസ്സേജിന്റെ ബോഡിയിൽ ഇവിടെ മാറ്റം വരുത്താം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടൺ ഒക്കെ ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഇവിടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ എന്ത് ചെയ്യുക, കോളസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ നോർമൽ കോളിംഗ് നമ്പറോ ഇവിടെ കൊടുക്കുക. 075263335. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ബട്ടൺ സെൻഡ് ആവും. കസ്റ്റമർക്ക് ഈ കോൾ ചെയ്യുന്നത് ഈ നമ്പറിൽ നിന്നായിരിക്കും ബട്ടൺ ക്ലിക്കായി പോകുന്നത്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് വെർച്വൽ നമ്പറിൽ നിന്നാണല്ലോ മെസ്സേജ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും സെയിം ഈ വാട്സപ്പ് നമ്പറിൽ തന്നെ റിപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് കൊടുക്കുക. ദിസ് ഈസ് ഓട്ടോ ജനറേറ്റഡ് മെസ്സേജസ്, ദിസ് ഈസ് ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ്, കൈൻഡ്ലി കോണ്ടാക്ട് അസ് അറ്റ് നിങ്ങളുടെ ഒരു കോളിംഗ് നമ്പർ കൊടുത്തിട്ട് 07335 അതിൽ കോണ്ടാക്ട് ചെയ്യാൻ കൊടുക്കുക. അതായത് അപ്പം പല ആളുകളും അത് ഒരു വെർച്വൽ നമ്പറാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജോ വീഡിയോസോ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഇമേജ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 1 MB താഴെയുള്ള ഒരു ഇമേജ് ആയിരിക്കണം. PDF അതുപോലെ 1 MB താഴെ ആയിരിക്കണം. വീഡിയോ ആണെങ്കിൽ ഒരു 3 MB താഴെയുള്ള വീഡിയോ ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഒരു ഇമേജും ടെക്സ്റ്റ് മെസ്സേജും അയക്കുന്നതാണ്. അങ്ങനെ അയക്കുന്ന കസ്റ്റമർക്കാണ് ഇവിടെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഈ ചൂസ് ഫയലിലൂടെ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഗാലറിയിലേക്ക് വന്നിട്ട് ഞാനൊരു ഇമേജ് ഇവിടെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർ ഇമേജ് നമുക്കിവിടെ കാണാൻ പറ്റും, പ്രോപ്പറായിട്ടൊരു ഇമേജും ടെക്സ്റ്റും ഇവിടെ വന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കുറച്ച് ടൈം കൊണ്ട് അത് ലോഡാവും. ലോഡായിട്ട് മെസ്സേജ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിക്കും.
ഓക്കെ, ഇവിടെ സക്സസ് ന്യൂ ക്യാമ്പയിൻ സബ്മിറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണിച്ചു. വീണ്ടും നമ്മുടെ ഹോം പേജിലേക്ക് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡാഷ്ബോർഡ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഡാഷ്ബോർഡ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമ്പയിൻസ് എടുക്കാം. ഓക്കെ, മാനേജ് ക്യാമ്പയിൻ കൊടുക്കുക. മാനേജ് ക്യാമ്പയിൻ കൊടുത്തതിന് ശേഷം നമ്മളിത് താഴേക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ക്യാമ്പയിൻ ഒരു ഐ ഡി കാണാം, നമ്മൾ ക്യാമ്പയിൻ ചെയ്തിട്ടുള്ള ഡേറ്റ് ഉണ്ടാവും, സ്കെഡ്യൂൾ ഉണ്ടാവും, സ്റ്റാറ്റസിന്റെ ഇവിടെ പെൻഡിങ് എന്നാണ് കാണുന്നത് കണ്ടോ. ഇതിന്റെ തൊട്ട് താഴെ കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. അപ്പൊ ഇവിടെ ഈ സ്റ്റാറ്റസിൽ 3 സ്റ്റാറ്റസ് ആയിരിക്കും വരുന്നത്. ഒന്ന് പെൻഡിങ്, 2 പ്രോസസ്സ്, 3 കംപ്ലീറ്റഡ്. ഈ പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജ് സെൻഡ് ആവാൻ തുടങ്ങിയിട്ടില്ല, ഒരു 10 to 15 മിനിറ്റ്സ് ആയിരിക്കും നോർമൽ ടെസ്റ്റ് മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതല്ല നിങ്ങൾ ഒരു നോർമൽ ക്യാമ്പയിൻ ആണ്, അതായത് ഒരു 5000, 10000, 1,00,000 മെസ്സേജസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും മെസ്സേജസ് സെൻഡ് ആവുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സിസ്റ്റം ഓപ്പൺ ആക്കി വെക്കണമെന്നൊന്നുമില്ല. ഈ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റം ഓഫ് ആണെങ്കിലും മെസ്സേജസ് ഓട്ടോമാറ്റിക് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാമ്പയിൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രിവ്യൂ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്യാമ്പയിൻ പ്രോപ്പർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് ടീമിന്റെ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് പെൻഡിങ്ങിൽ നിന്ന് പ്രോസസ്സിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ ക്യാമ്പയിൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, റീസെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 48 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓരോ നമ്പറിൽ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റും. ഇത്രയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. നിങ്ങൾക്ക് ഇതിന് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത വാട്സ്ആപ്പ് നമ്പറായിട്ട് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.